Hello, dear students. Welcome back to Appreciating Poetry, your core course. Okay, here we have the third part of the poem In Memory of W.B. Yeats by W.H. Auden. Okay, let's start. Earth receive an honored guest. William Yeats is laid to rest. Let the Irish vessel lie emptied of its poetry. In the nightmare of the dark, all the dogs of Europe bark, and the living nations wait, each sequestered in his hate. എർത്ത് റിസീവ് ആൻ ഹോണേഡ് ഗസ്റ്റ്. അപ്പോൾ ഒരു തേർഡ് പാർട്ട് ഓഫ് ദ പോയം, ദ ഫൈനൽ സെക്ഷൻ ബിഗിൻസ് വിത്ത് ആൻ ഇമേജ് ഓഫ് ഈഡ്സ്. ഓക്കെ, ഫൈനൽ സെക്ഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് ഒരു ഈഡ്സിനോടുള്ള ഒരു ഇമേജ്, ഈഡ്സിൻ്റെ ഒരു ഇമേജ് പ്രസൻറ്റ് ചെയ്തുകൊണ്ടാണ്. ഈഡ്സ് ബീയിങ് ലെയ്ഡ് ടു റെസ്റ്റ്. ഈഡ്സ് എവിടെയാണ്? ഭൂമിനോട് പറയാണ്, ഭൂമി, എർത്ത് റിസീവ് ആൻ ഹോണേഡ് ഗസ്റ്റ്, നീ എന്താണ് ഒരു ബഹുമാന്യനായ ഒരു അതിഥിയെ സ്വീകരിച്ചാലും, ഭൂമിനോട് പറയാണ് നീ ഒരു നല്ല ഹോണറബിൾ ആയിട്ടുള്ള ഒരു അതിഥിയെ നീ സ്വീകരിച്ചാലും, വില്യം ഈഡ്സ് ഈസ് ലെയ്ഡ് ടു റെസ്റ്റ്. അവിടെയാണ് വില്യം ഈഡ്സ് എന്ത് ചെയ്യുന്നത്? റെസ്റ്റ് എടുക്കുന്നത്. ഈ ഒരു ഭൂമിയുടെ ശവക്കല്ലറയിലാണ് ഈഡ്സ് റെസ്റ്റ് എടുക്കുന്നത് എന്നാണ് പറയുന്നത്. പിന്നെ നെക്സ്റ്റ്, വില്യം ഈഡ്സ് ഈസ് ലെയ്ഡ് ടു റെസ്റ്റ്, ലെറ്റ് ദ ഐറിഷ് വെസൽ ലൈ. ഹിയർ ഈഡ്സ് ഓഡൻ കോൾസ് ഈഡ്സ് ആൻ ഐറിഷ് വെസൽ. ഐറിഷ് വെസൽ പറഞ്ഞാൽ ചെറിയൊരു അയർലൻഡിലെ കപ്പൽ, ഒരു കപ്പലിനോടാണ് ഇവിടെ നമ്മുടെ ഓഡൻ W.B. ഈഡ്സിനെ ഉപമിക്കുന്നത്. ഈഡ്സ് ഈസ് കമ്പയർഡ് ടു എ ഐറിഷ് വെസൽ. അപ്പോൾ ആ ഐറിഷ് വെസലിൻ്റെ പ്രത്യേകത എന്താണ്? ലെറ്റ് ദ ഐറിഷ് വെസൽ ലൈ എംപ്റ്റീഡ് ഓഫ് ഇറ്റ്സ് പോയട്രി. അപ്പോൾ ആ ഒരു ലൈനിന് വലിയൊരു ഇൻ്റർപ്രിട്ടേഷൻ ഉണ്ട്. എന്താ വെച്ചാൽ ഐറിഷ് വെസൽ എന്തായിരിക്കും? ദ ഐറിഷ് വെസൽ വിച്ച് വാസ് ഫുൾ ഓഫ് പോയട്രി ബട്ട് നൗ എംപ്റ്റീഡ് ബൈ ഡെത്ത്. അങ്ങനെ നമുക്ക് പറയാൻ പറ്റും. ദ ഐറിഷ് വെസൽ വിച്ച് വാസ് ഫുൾ ഓഫ് പോയട്രി. ഐറിഷ് വെസൽ നിറയെ പോയട്രി ആയിരുന്നു. പക്ഷേ ഇപ്പോൾ എന്താണ്? എംപ്റ്റീഡ് ബൈ ഡെത്ത്. ഇപ്പോൾ ഈഡ്സ് മരിച്ചിരിക്കുകയാണ്, അതുകൊണ്ട് അത് എംപ്റ്റിയായി, അത് കാലിയായിരിക്കുകയാണ് എന്നാണ് ഉദ്ദേശിച്ചത് കേട്ടോ. അപ്പോൾ ആ ഒരു ഐറിഷ് വെസലിന് ഓഡൻ കൺസിഡർ ചെയ്തത് ഈഡ്സിനെയാണ്. ആഫ്റ്റർ ഡെത്ത് വേണമെങ്കിൽ നമുക്ക് ഇങ്ങനെയും പറയാം, ആഫ്റ്റർ ഡെത്ത് ഹി കാൺ റൈറ്റ് പോയട്രി. അദ്ദേഹത്തിന് പോയട്രി എഴുതാൻ സാധിക്കില്ല എന്നൊക്കെയാണ്. അപ്പോൾ എർത്തിനോട് പറയാണ്, എർത്ത് യു ക്യാൻ റിസീവ് ഈഡ്സ് ആസ് ആൻ ഓണേർഡ് ഗസ്റ്റ്. അങ്ങനെയാണ് ലൈന് തുടങ്ങുന്നത്. എർത്തിനോട് ഓഡന് പറയുന്നത് പോലെ ഒരു കോൺവെർസേഷൻ മോഡിലാണ്. ഈസി ടു ബി അണ്ടർസ്റ്റാൻഡ്, ഈസി ആയിട്ട് നിങ്ങൾക്ക് ഇത് മനസ്സിലാക്കാൻ പറ്റും കേട്ടോ. ഓക്കെ, എർത്ത് യു ക്യാൻ റിസീവ് ഈഡ്സ് ഹാസ് ആൻ ഓണേർഡ് ഗസ്റ്റ്. നീ ഭൂമിയെ, നീ ഈഡ്സിനെ ഒരു ബഹുമാന്യനായ ഗസ്റ്റായിട്ട് സ്വീകരിച്ചാലും, വില്യം ഈഡ്സ് ഈസ് ലെയ്ഡ് ടു റെസ്റ്റ്, അദ്ദേഹം റെസ്റ്റ് എടുക്കുകയാണ്. പക്ഷേ ലെറ്റ് ദ ഐറിഷ് വെസൽ ലൈ എംപ്റ്റീഡ് ഓഫ് ഇറ്റ്സ് പോയട്രി. ഐറിഷ് വെസൽ ഈഡ്സ് കമ്പയർഡ് ടു എ ഐറിഷ് ബോട്ട്, അല്ലെങ്കിൽ കപ്പലുമായിട്ടാണ് ഉപമിച്ചത്. അപ്പോൾ ആ ഐറിഷ് വെസലിൻ്റെ പ്രത്യേകത എന്താണ്? വിച്ച് വാസ് ഫുൾ ഓഫ് പോയട്രി ബട്ട് നൗ എംപ്റ്റീഡ് ബൈ ഡെത്ത്. പക്ഷേ ഇപ്പം മരിച്ചത് കൊണ്ട് അതെന്തായിരിക്കുകയാണ്? അത് വറ്റിക്കിടക്കാണ്, അല്ലെങ്കിൽ ആ കപ്പലിൽ, ആ വെസലിൽ ഉറവ വറ്റിപ്പോയിട്ടുണ്ട്, അത് കാലിയായിട്ടുണ്ട്, മരണം കൊണ്ട് അത് കാലിയാക്കപ്പെട്ടിട്ടുണ്ട് എന്നാണ് പറയുന്നത്. നെക്സ്റ്റ് ലൈനും, In the nightmare of the dark, all the dogs of Europe bark, and the living nations wait, each sequestered in its hate. In the nightmare, ഇത് ആ യൂറോപ്പിൽ നടക്കുന്ന ചില സംഭവങ്ങളെക്കുറിച്ചാണ് ഈ ഒരു ലൈനിൽ ഡിസ്ക്രൈബ് ചെയ്യുന്നത്. ഇൻ ദ നൈറ്റ്മെയർ ഓഫ് ദ ഡാർക്ക് എന്താണ്? വി ഡോണ്ട് റെസ്പെക്റ്റ് ഈച്ച് അതർ, ദർ ആർ നോ റെസ്പെക്റ്റ് അല്ലേ? അവിടെ എന്തില്ല? ഇതൊരു സെക്കൻഡ് വേൾഡ് വാറിന് വേണ്ടിയിട്ട് ജനങ്ങൾ ഒരുങ്ങുന്ന ആ ഒരു ടൈമിനെ കുറിച്ചാണ്. യൂറോപ്പിൽ സെക്കൻഡ് വേൾഡ് വാർ നടക്കാൻ പോകുന്ന ആ ഒരു ടൈമും ആ ഒരു സംഭവങ്ങളുമാണ് ഇതിലേക്കുള്ളൊരു ഹൈലൈറ്റ്. ഓക്കെ, ഇൻ ദ നൈറ്റ്മെയർ ഓഫ് ദി ഡാർക്ക് ഓൾ ദ ഡോഗ്സ് ഓഫ് യൂറോപ്പ്. അവിടെ എന്താണ്? അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു റെസ്പെക്റ്റ് ഇല്ല. നൈറ്റ്മെയർ ഓഫ് ദി ഡാർക്ക് ഓൾ ദ ഡോഗ്സ് ഓഫ് യൂറോപ്പ്. ഓൾ ദ ഡോഗ്സ് ഓഫ് യൂറോപ്പ് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ക്രൂരമായ ഭരണാധികാരികളെയാണ്. ഹിറ്റ്ലർ, മുസോളിനി, ട്രംപ് പോലുള്ള ഭരണാധികാരികളെയാണ് ഉദ്ദേശിച്ചത്. ഇവർക്ക് എന്താണ്? ദർ ഇസ് നോ ചേഞ്ച് വിത്ത് പോയട്രി. ഇവർക്കൊന്നും ഒരു മാറ്റം ഉണ്ടാവില്ല, ഇവരെ മൈൻഡിനൊന്നും കവിത കൊണ്ടൊരു മാറ്റം വരുത്താൻ സാധിക്കില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് യൂറോപ്പിലെ ഡോഗുകൾ അവിടെ നിന്ന് കുരക്കട്ടെ. ആൻഡ് ദ ലിവിങ് നാഷൻസ് വെയിറ്റ്, ഈച്ച് സെക്വസ്റ്റഡ് ഇൻ ഇറ്റ്സ് ഹെയ്റ്റ്. പറഞ്ഞാൽ ഓരോ ലിവിങ് നാഷൻസും വെയിറ്റ് ചെയ്യണത് അവർക്ക് സ്വന്തമായിട്ട് വെറുപ്പോട് കൂടി ഒറ്റപ്പെടാനാണ് അവർ ഇഷ്ടപ്പെടുന്നത്. വെറുപ്പോട് കൂടി പറയാൻ കാരണം അവർ യുദ്ധം ചെയ്യാണ് ഒറ്റപ്പെടലിന് വേണ്ടിയിട്ട്. നമുക്ക് തന്നെ അറിയാം, കൊറോണ ഉണ്ടായ സമയത്ത്
ചൈനക്കാർ അമേരിക്കക്കാരോട് പറയും ഇങ്ങോട്ട് വരണ്ട, അമേരിക്കക്കാർ ചൈനക്കാരോട് പറയും ഇങ്ങോട്ട് കയറണ്ട. അങ്ങനെ ഈ രാജ്യങ്ങളൊന്നും ആരും അങ്ങോട്ടും ഇങ്ങോട്ടും കയറ്റിയല്ല, അവിടുത്തെ ഭരണാധികാരികൾ അത് ചെയ്യല്ല. അപ്പോൾ അതുകൊണ്ട് ഓരോരുത്തരും സെക്വസ്റ്റഡ് മീൻസ് സെക്ലൂഡഡ്, ഒറ്റപ്പെടാനാണ് എല്ലാവർക്കും താല്പര്യം. അതാണ് സെക്ലൂഡിങ് ആണ് എല്ലാ രാജ്യങ്ങൾക്കും ഇഷ്ടം. സോ ഓരോ നേഷൻസും ലവ് ഇറ്റ് സെൽഫ് ആൻഡ് ലിവ്സ് ഇൻ എ ഷെൽ ഹേറ്റിംഗ് അതർ നേഷൻസ്. ഓരോ നാഷൻസും അവരുടെ ഷെല്ലിൽ സെക്ലൂഡഡ് ആയിട്ട് ജീവിക്കും, മറ്റ് നാഷൻസിനെ വെറുത്തുകൊണ്ട്. അതാണ് ഇൻ ദ നൈറ്റ് മെയർ ഓഫ് ദി ഡാർക്ക് പറഞ്ഞാൽ ആ രാത്രിയുടെ ദുസ്വപ്നങ്ങൾ യൂറോപ്യൻ രാജ്യങ്ങൾ കുരക്കുകയാണെന്നാണ് പറഞ്ഞത്. ഇൻ ദ നൈറ്റ് മെയറിൽ, ആ ഡാർക്കിൻ്റെ നൈറ്റ് മെയറിൽ ഓൾ ദ ഡോഗ്സ് ഓഫ് യൂറോപ്പ് ബാർക്ക്. യൂറോപ്യൻ രാജ്യങ്ങൾ, യൂറോപ്യൻ ശക്തികൾ, യൂറോപ്പിലെ ദുഷ്ടന്മാരായ ഭരണാധികാരികൾ കുരക്കുകയാണ്. ആൻഡ് ദ ലിവിങ് നാഷൻസ് വെയിറ്റ് ഈച്ച് സെക്വസ്റ്റഡ് ഇൻ ഇറ്റ്സ് ഹെയ്റ്റ്. എല്ലാവരും വെറുപ്പോടുകൂടി ഒറ്റപ്പെടാനാണ് എല്ലാ നാഷൻസിനും താല്പര്യം. അല്ലാതെ അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യാനോ ഒരുമിക്കാനോ ആർക്കും താല്പര്യമില്ല എന്നതാണ് ഈ ലൈനിലുള്ളത് കേട്ടോ. ഓക്കെ, വി ക്യാൻ മൂവ് നെക്സ്റ്റ് ലൈൻ. Intellectual disgrace stares from every human face, and the seas of pity lie locked and frozen in each eye. Follow poet, follow right to the bottom of the night with your unconstraining voice. Okay, now let's explain. Intellectual disgrace വേണമെങ്കിൽ ഇൻ്റലക്ച്വൽ ഹേറ്റ്രഡ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാവരും തമ്മിൽ വെറുപ്പാണ്, എല്ലാ ഹ്യൂമൻ ഫേസിലും വെറുപ്പാണ്. സ്റ്റേഴ്സ് ഫ്രം എവരി ഹ്യൂമൻ ഫേസ്. എല്ലാ ഹ്യൂമൻ ഫേസും എന്താണ്, ഹേറ്റ്രഡോട് കൂടിയാണ് നോക്കുന്നത്. അവിടെ എന്താണ്, ഇൻ്റലക്ച്വലി എന്താണ്, അധംപതിച്ച് വരികയാണ്. ആൻഡ് ദ സീസ് ഓഫ് പിറ്റി ലൈ ലോക്ക്ഡ് ആൻഡ് ഫ്രോസൺ ഇൻ ഈച്ച് ഐ. പിറ്റി എന്ന് പറഞ്ഞ സാധനം ലോക്കായി കിടക്കുകയാണ്. ആൻഡ് ഫ്രോസൺ ഇൻ ഈച്ച് ഐ. അത് പിറ്റി, കരുണ എന്നുള്ള സംഭവം ലോക്കായിട്ട് ഫ്രോസൺ ചെയ്ത് തണുത്തുറഞ്ഞ് കിടക്കുകയാണ്. അതിനൊരു ആക്റ്റീവ് ആയിട്ടല്ല കരുണ വർക്ക് ചെയ്യുന്നത്. കരുണ ഒരിക്കലും ആരുടെ മുഖത്തും ഇല്ല എന്നാണ് പറയുന്നത്. വേണമെങ്കിൽ നമുക്ക് ഇങ്ങനെ അതിനെ പറയാം. ദ ഫീലിംഗ് ഓഫ് പിറ്റി ആൻഡ് സിമ്പതി സീംസ് ടു ബി ഏലിയൻ ടു ദ പീപ്പിൾ. ദിയർ ഫേസസ് ഓൾവേസ് ഷോ ഹേറ്റ്രഡ് ആൻഡ് ഡിസ്ഗ്രേസ്. ഓക്കെ, ദിയർ ഫേസസ് ഓൾവേസ് ഷോ hatred and disgrace. The feeling of pity and sympathy were frozen and locked. Okay, in the face of the people. ഈ ഒരു ലൈന് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുകയാണ്. ഇൻ്റലക്ച്വൽ ഡിസ്ഗ്രേസ് ഷെയർസ് ഫ്രം എവരി ഹ്യൂമൻ ഫേസ് ആൻഡ് ദ സീസ് ഓഫ് പിറ്റി ലൈ ലോക്ക്ഡ് ആൻഡ് ദ ഫ്രോസൺ ഇൻ ഈച്ച് ഐ. ഇൻ്റലക്ച്വൽ ഡിസ്ഗ്രേസ്, എല്ലാവരുടെ മനസ്സിലും എന്താണ്, വെറുപ്പാണ് അങ്ങോട്ടും ഇങ്ങോട്ടും. ഇൻ്റലക്ച്വൽ ഡിസ്ഗ്രേസ് ആണ് അല്ലേ. their faces always show hatred and disgrace. Human face always show hatred and disgrace. അതാണ് ആ ലൈൻ കേട്ടോ. ആൻഡ് സീസ് ഓഫ് പിറ്റി ലൈ ലോക്ക്ഡ് ആൻഡ് ഫ്രോസൺ ഇൻ ഈച്ച് ഐ. സീസ് ഓഫ് പിറ്റി ലൈ ലോക്ക്ഡ്. പിറ്റി, കരുണ അല്ലെങ്കിൽ എന്താണ്, സിമ്പതി എന്നുള്ള സംഭവം ലോക്ക്ഡ് ആൻഡ് ഫ്രോസൺ ഇൻ ഈച്ച് ഐ. ഓരോ മനുഷ്യരിൽ നിന്നും എന്താണ്, ദ ഫീലിംഗ് ഓഫ് പിറ്റി ആൻഡ് സിമ്പതി സീംസ് ടു ബി ഏലിയൻ ടു ദ പീപ്പിൾ. അതൊരു വേറിട്ട സംഭവമായി മാറിക്കുകയാണ്, അതില്ലാണ്ടായിരിക്കുകയാണ് എന്നാണ് പറയുന്നത്. നെക്സ്റ്റ് ലൈൻ. ഫോളോ പോയറ്റ് ഫോളോ റൈറ്റ് ടു ദ ബോട്ടം ഓഫ് ദി നൈറ്റ് വിത്ത് യുവർ അൺകൺസ്ട്രെയിനിങ് വോയിസ്. Okay, let's explain. Now the poet talking to the dead poet Yeats. ഇവിടെ WHO ആരോട് സംസാരിക്കുകയാണ്, ഈഡ്സിനോട് സംസാരിക്കുന്ന രീതിയിലാണ് ഈ ഒരു ലാസ്റ്റ് ലൈന് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഫോളോ പോയറ്റ് ഫോളോ റൈറ്റ്. പോയറ്റിനെ ഫോളോ ചെയ്യുക, നന്മയെ ശരിയെ ഫോളോ ചെയ്യുക. ടു ദ ബോട്ടം ഓഫ് ദി നൈറ്റ് എന്ന് ഉദ്ദേശിച്ചത് ഡീപ്പായിട്ടൊരു സംഗതിനെ അനലൈസ് ചെയ്യുക. ബോട്ടം ഓഫ് ദ നൈറ്റ് ഹിയർ മീൻസ് ഡീപ്പ് അനലൈസിങ് അല്ലേ, ഡീപ്പ് അനലൈസിങ് ഓഫ് ദ തിങ്സ് ആണ് ഉദ്ദേശിച്ചത്. വിത്ത് യുവർ കൺസ്ട്രെയിനിങ് വോയിസ് സ്റ്റിൽ us to rejoice. പക്ഷേ എല്ലാം അങ്ങനെയാണെങ്കിലും ശരിയെ പിന്തുടരുക, പോയറ്റിനെ പിന്തുടരുക. എന്നിട്ട് എന്ത് ചെയ്യുക, ദ പോയട്രി ഷുഡ് സ്റ്റിൽ persuade us to rejoice. എക്സ്പെഷ്യലി ഈഡ്സ് പോയട്രി. അങ്ങനെ നിങ്ങളെന്താണ് ഇനിയും പോയട്രിയിലൂടെ ഞങ്ങളെ സന്തോഷിക്കണം എന്നാണ് പറയുന്നത്. വിത്ത് യുവർ അൺകൺസ്ട്രെയിനിങ് വോയിസ്. ബുദ്ധിമുട്ടിക്കാത്ത ആ കൺസ്ട്രെയിനിങ് ആയിട്ടുള്ള വോയിസ് എന്ന് ഉദ്ദേശിച്ചത് നിങ്ങളുടെ പോയട്രി കൊണ്ട്. വിത്ത് യുവർ പോയട്രി സ്റ്റിൽ പെർസുവേഡ് അസ് ടു റിലീസ്. റിജോയ്സ്, ഇപ്പോഴും അതെന്ത് ചെയ്യുന്നുണ്ട്, സന്തോഷം തരുന്നുണ്ട് ഞങ്ങൾക്ക് എന്നാണ് പറയുന്നത്. അതുകൊണ്ട് പോയറ്റിൻ്റെ റൈറ്റിനെ പിന്തുടരുക, അനലൈസ് ചെയ്യുക, ശരിയെ അനലൈസ് ചെയ്യുക. നിങ്ങളുടെ ഈഡ്സിൻ്റെ പോയട്രി കൊണ്ട് ഞങ്ങൾക്ക് എന്തുണ്ട്, ഇപ്പോഴും സന്തോഷം തരുന്നുണ്ട് എന്നാണ് പറയുന്നത് കേട്ടോ.
With the farming of the verse, make a vineyard of the curse, sing of human unsuccess in a rapture of distress. In the desert of the heart, let the healing fountain start. In the prison of his days, teach the free man how to praise. നോക്കൂ, വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ലൈനാണ്. ഇൻ ദ ഡിസേർട്ട് ഓഫ് ദി ഹാർട്ട് ലെറ്റ് ദ ഹീലിംഗ് ഫൗണ്ടെയിൻ സ്റ്റാർട്ട്. മുറിവുണക്കാനുള്ള ആ ഫൗണ്ടെയിൻ എന്താണില്ലേ ആ ഭംഗി ആ ലൈനിൻ്റെ. ഹീലിംഗ് ഫൗണ്ടെയിൻ എന്നാണ് പോയറ്റിനെ ഇവിടെ വിശേഷിപ്പിച്ചത്. ഹീലിംഗ് ഫൗണ്ടെയിൻ സ്റ്റാർട്ട്. ഡിസേർട്ടായി കിടക്കുന്ന ഹാർട്ടിൽ മരവിച്ച് ഇവിടെ ശരിക്കും വേദനയിൽ അകപ്പെട്ട് കഴിയുന്ന മനുഷ്യന്മാരുടെ പരാജയങ്ങളെക്കുറിച്ചും അവരുടെ ജീവിതവുമായിട്ട് പറ്റിയാണ് ഇവിടെ പറയുന്നത്. അപ്പം പരാജയപ്പെട്ട് കിടക്കുന്ന ഹാർട്ട് ഡിസേർട്ടായി കിടക്കുന്നവരുടെ മനസ്സിൽ ഹീലിംഗ് ഫൗണ്ടെയിൻ സ്റ്റാർട്ട് ചെയ്യട്ടെ. പോയട്രിയുടെ ആ ഒരു സ്വാന്തനിപ്പിക്കുന്ന വാക്കുകൾ സ്റ്റാർട്ട് ചെയ്യട്ടെ, തുടങ്ങട്ടെ, ഒഴുകട്ടെ എന്നാണ് ഉദ്ദേശിച്ചത്. എന്താണ് മനുഷ്യൻ്റെ മനസ്സിലൂടെ ആ ഹീലിംഗ് ഫൗണ്ടെയിൻ പോയട്രിയിലെ മരുഭൂമിയുള്ള മനുഷ്യൻ്റെ ഹാർട്ടിലൂടെ കവിത ഒഴുകട്ടെ എന്നാണ് ഉദ്ദേശിച്ചത്. പിന്നെ നെക്സ്റ്റ് ലൈൻ എന്താണ് നോക്കൂ. അതിൻ്റെ മുന്നൊരു ലൈൻ ഉണ്ടായിരുന്നു അല്ലേ. ഓക്കെ. വിത്ത് ദ ഫാമിംഗ് ഓഫ് എ വേഴ്സ് മേക്ക് എ വിനിയാർഡ് ഓഫ് ദി കേഴ്സ്, സിങ് ഓഫ് ഹ്യൂമൻ അൺസക്സസ് ഇൻ എ റാപ്ചർ ഓഫ് ഡിസ്ട്രസ്. ഓക്കെ. വിത്ത് ദ ഫാമിംഗ് ഓഫ് ദി വേഴ്സ് എന്താണ് വേഴ്സിൻ്റെ ഫാം കൊണ്ട്. ഫാമിംഗ് എന്നാൽ നിങ്ങൾക്കറിയാം, നട്ടുപിടിപ്പിക്കാൻ നഴ്സറിയിൽ ഫാമിങ് ഒക്കെ അല്ലേ. ആ ഒരു ഫാമിംഗ് ഓഫ് എ വേഴ്സ്, കവിത ഫാം ചെയ്തുകൊണ്ട്, കവിതയെ വളർത്തിക്കൊണ്ട്, കവിതയെ നെർച്ചർ ചെയ്തുകൊണ്ട്. വിത്ത് ദ ഫാമിംഗ് ഓഫ് എ വേഴ്സ് എന്നാൽ പോയട്രി അല്ലെങ്കിൽ കവിത ഫാം ചെയ്തുകൊണ്ട്. മേക്ക് എ വിനിയാർഡ് ഓഫ് ദി കേഴ്സ്, ശാപങ്ങൾ മുന്തിരിത്തോപ്പാക്കി മാറ്റട്ടെ എന്നാണ് പറഞ്ഞത്. മനസ്സിലായോ? എന്താണ് ബ്യൂട്ടിഫുൾ ലൈനാണ്, നല്ലോണം ശ്രദ്ധിച്ചാൽ പെട്ടെന്ന് മനസ്സിലാവും. വിത്ത് ദ ഫാമിംഗ് ഓഫ് എ വേഴ്സ് മേക്ക് എ വിനിയാർഡ് പറഞ്ഞാൽ മുന്തിരിത്തോപ്പ് അല്ലേ. കേഴ്സിനെ മുന്തിരിത്തോപ്പാക്കി മാറ്റട്ടെ എന്നാണ് പറയുന്നത്. കവിത ഫാം ചെയ്തുകൊണ്ട് ശാപം മുന്തിരിത്തോപ്പുകളാക്കി മാറ്റണം. ഓക്കെ. കവിത ഫാം ചെയ്തുകൊണ്ട് ശാപങ്ങൾ മുന്തിരിത്തോപ്പാക്കി മാറ്റണം. സിങ് ഓഫ് ഹ്യൂമൻ അൺസക്സസ് ഇൻ എ റാപ്ചർ ഓഫ് ഡിസ്ട്രസ്. എന്താണ് അൺസക്സസിലും കവിതകൾ പാടണം എന്നാണ് പറഞ്ഞത്. കാരണം വിഷമം ഉണ്ടാവുന്ന സമയത്തും കവിതയിലൂടെ സന്തോഷിക്കാൻ പറ്റും എന്നാണ്. അതാണ് മനുഷ്യൻ്റെ അൺസക്സസിൽ പോലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കവിതകളിലൂടെ സന്തോഷിക്കാൻ പറ്റും എന്നാണ് പറയുന്നത്. കവിതയിലൂടെ ശാപത്തെ മുന്തിരിത്തോപ്പാക്കാൻ കഴിയും. പിന്നെ എന്താണ് ഏത് പരാജയമുള്ള സമയത്തും മനുഷ്യൻ അൺസക്സസ് ആയിരിക്കുന്ന സമയത്തും എന്താണ് നമുക്ക് എപ്പോഴും എന്താണ് കവിതയിലൂടെ സന്തോഷം കണ്ടു. The desert of the heart, let the healing fountain start. In the prison of his days, teach the free man how to praise. In the desert of the heart, മരവിച്ച് കിടക്കുന്ന മനുഷ്യ മനസ്സുകളിൽ let the healing fountain start. അവിടെ എന്താണ് ഹീലിംഗ്, മുറിവുണങ്ങാനുള്ള ആ ഒരു ഫൗണ്ടെയിൻ സ്റ്റാർട്ട് ചെയ്യട്ടെ. ഹീലിംഗ് ഫൗണ്ടെയിൻ ഹിയർ മീൻസ് പോയട്രി ഒഴുകട്ടെ എന്നാണ് പറയുന്നത്. ഇൻ ദ prison of his days, teach the free man how to praise. എന്താണ് ആ ഒരു let the healing fountain of the poetry flow ചെയ്യട്ടെ എന്ന് പറയുന്നത്. അതോടൊപ്പം പറയാണ് ടീച്ച് ദം ഹൗ ടു പ്രൈസ് അതേഴ്സ്. മറ്റുള്ളവരെ എങ്ങനെയാണ് പ്രൈസ് ചെയ്യേണ്ടത്, എങ്ങനെ എത്രത്തോളം ഇഫ് ദർ ഈസ് സോ മെനി ലിമിറ്റേഷൻ ഫോർ ദ പീപ്പിൾ, എത്രത്തോളം ലിമിറ്റേഷൻസ് ഉണ്ടെങ്കിലും മറ്റുള്ളവരെ എങ്ങനെ പ്രൈസ് ചെയ്യണം എന്ന് എന്ത് ചെയ്യട്ടെ, ജനങ്ങൾ പഠിക്കട്ടെ എന്നാണ് പറയുന്നത് കേട്ടോ. ഒന്നും കൂടെ നോക്കാം. ഈ ഒരു ലൈന് മുതൽ നമുക്ക് ഒന്നുകൂടെ നോക്കാം. സ്റ്റിൽ പെർസ്വാഡ് us to rejoice with the farming of a verse, make a vineyard of the curse, sing of human unsuccess in a rapture of distress. വിത്ത് എ ഫാമിംഗ് ഓഫ് എ വേഴ്സ് എന്താണ് പോയട്രി ഫാം ചെയ്തുകൊണ്ട് കേഴ്സ് ഒരു മുന്തിരിത്തോപ്പായി മാറട്ടെ. വിത്ത് ദ എബിലിറ്റി ടു റൈറ്റ് പോയംസ് എ പോയറ്റ് ക്യാൻ ടേൺ കേഴ്സ് ഇൻ ടു ബ്ലെസ്സിങ്സ്. എഴുതി വെച്ചോട്ടോ. വിത്ത് ദ എബിലിറ്റി ടു റൈറ്റ് പോയംസ് എ പോയറ്റ് ക്യാൻ ടേൺ കേഴ്സ് ഇൻ ടു ബ്ലെസ്സിങ്സ്. പോയട്രി എഴുതുന്നതിലൂടെ കേഴ്സുകളൊക്കെ മുന്തിരിത്തോപ്പായിട്ട് മാറട്ടെ പറഞ്ഞാൽ ശാപങ്ങളൊക്കെ ബ്ലെസ്സിങ്സ് ആയിട്ട് മാറട്ടെ. ആൻഡ് സിങ് ഓഫ് ഹ്യൂമൻ ഫെയിലർ വിത്ത് ജോയ്. പിന്നെ നെക്സ്റ്റ് ലൈൻ സിങ് ഓഫ് ഹ്യൂമൻ അൺസക്സസ് ഇൻ എ റാപ്ചർ ഓഫ് ഡിസ്ട്രസ്. മനുഷ്യന് അൺസക്സസ് ആണെങ്കിലും പരാജയമാണെങ്കിലും എന്ത് ചെയ്യട്ടെ, ഹ്യൂമൻ ഫെയിലർ പാടി സന്തോഷിക്കട്ടെ
സന്തോഷിക്കട്ടെ എന്നാണ് പറഞ്ഞത്. എ സിങ് ഓഫ് ഹ്യൂമൻ ഫെയിലർ വിത്ത് ജോയ്, സന്തോഷത്തോടെ അത് പാടട്ടെ, ആ പാടുന്ന സമയത്ത് സന്തോഷം ഉണ്ടാവട്ടെ. ഇൻ ദ ഡിസേർട്ട് ഓഫ് ദി ഹേർട്ട് ലെറ്റ് ദ ഹീലിംഗ് ഫൗണ്ടൈൻ സ്റ്റാർട്ട്, ഇൻ ദ പ്രിസൺ ഓഫ് ഹിസ് ഡേയ്സ് ടീച്ച് ദ ഫ്രീ മാൻ ഹൗ ടു പ്രൈസ്. എന്താണ്, ഈവൻ ഇൻ ദ ഡ്രൈ ഹേർട്ട് പോയട്രി ക്യാൻ റൗസ് സിമ്പതി. ഡ്രൈ ആയിട്ടുള്ള ഹാർട്ടിൽ പോയാലും പോയട്രിക്ക് എന്തുണ്ടാക്കാൻ സാധിക്കും, സിമ്പതി ഉണ്ടാക്കാൻ സാധിക്കും പോയട്രിയിലൂടെ അല്ലേ. അതുകൊണ്ട് ലെറ്റ് ദ ഹീലിംഗ് ഫൗണ്ടൈൻ സ്റ്റാർട്ട്, പോയട്രി ആ വരണ്ട ഹൃദയങ്ങളിലൂടെ ഒഴുകട്ടെ അല്ലേ. നെക്സ്റ്റ്, ടീച്ച് ദ ഫ്രീ മാൻ ഹൗ ടു പ്രൈസ്. മാൻ ഈസ് എൻസ്ലേവ്ഡ് ബൈ ഹിസ് ഓൺ സെൽഫിഷ്നെസ് അല്ലേ. മാൻ ഈസ് ഓൾവേസ് സെൽഫിഷ് അല്ലേ, സെൽഫിഷ് ആണ്, ഈസ് ലൈക്ക് ടു ബി ഐസൊലേറ്റഡ് ഓൾവേസ്. ആൻഡ് ദ പോയറ്റ് ഷുഡ് ടീച്ച് ഹിം പ്രൈസ് ഹിസ് ലൈഫ് ഡെസ്പൈറ്റ് ഇറ്റ്സ് ലിമിറ്റേഷൻസ്. അതാണ് പോയറ്റ് ഷുഡ് ടീച്ച് പീപ്പിൾ, പോയറ്റ് ടീച്ച് ചെയ്യാണ് ജനങ്ങളെ, പ്രൈസ് ഹിസ് ലൈഫ് പ്രൈസ് ചെയ്യാൻ, ഈ ഡെസ്പൈറ്റ് ഇറ്റ്സ് ലിമിറ്റേഷൻസ്, അദ്ദേഹത്തിന് ലിമിറ്റേഷൻസ് ഉണ്ടെങ്കിലും അല്ലേ. ഇൻ ദ പ്രിസൺ ഓഫ് ഹിസ് ഡേയ്സ്, അവർ പ്രിസണിലാണെങ്കിലും അവർ ഒറ്റപ്പെട്ട് ജീവിക്കുകയാണെങ്കിലും എന്തെങ്കിലും വിഷമം ഉണ്ടെങ്കിലും, ടീച്ച് ദ ഫ്രീ മാൻ ഹൗ ടു പ്രൈസ്, എങ്ങനെയാണ് ഫ്രീ മാൻ, ഓർഡിനറി മാൻ, സാധാരണക്കാരനെ പ്രൈസ് ചെയ്യാൻ, അവനവൻ്റെ ജീവിതം പ്രൈസ് ചെയ്യാൻ അവർ പഠിക്കട്ടെ എന്നാണ് പറയുന്നത് കേട്ടോ. ഇനി നമുക്ക് ജസ്റ്റ് എന്താണ് ഫസ്റ്റ് ഭാഗം മുതലൊന്ന് ജസ്റ്റ് നോക്കാം. Earth receive an honored guest, William Yeats is laid to rest. Let the Irish vessel lie emptied of its poetry. Earth can receive Yeats as an honored guest. ഓണം പറയാണ് എർത്ത്, യു ക്യാൻ റിസീവ് Yeats as an honored guest. Here William Yeats is considered as an Irish vessel by Auden. But the Irish vessel is full of poetry, but now it emptied by death. Next line, in the nightmare of the dark all the dogs of the Europe bark, and the living nations wait, each sequestered in its hate. In the nightmare of the dark all the dogs of Europe bark. The nations were hatred each other. They were waiting for the Second World War. All the nations are hating with each other at that time. Okay, next. All are likes to be isolated. The intellectual disgrace shares from every human face, and the seas of pity lie locked and frozen in each eye. But എന്താണ്, the feeling of pity and sympathy seems to be alien to the people. Their faces always show hatred and disgrace. ഓക്കെ, അവരെ മനസ്സെപ്പോഴും എന്താണ്, അവരെപ്പോഴും ഡിസ്ഗ്രേസ് ആയിക്കൊണ്ടാണ് ഇരിക്കുന്നത്. എല്ലാ ഹ്യൂമൻ ഫേസിലും പിറ്റി ആൻഡ് സിമ്പതി വാസ് ലോക്ക്ഡ് in the face of the human beings. Okay, next, follow poet, follow right the bottom of the right with your unconstraining voice, still persuade us to rejoice. Follow poet, follow right in a follow ചെയ്യുക. Analyzing deep to the bottom of the night here means analyze deeply with your unconstraining voice. Poetry should persuade us to rejoice. Unconstraining voice here means poetry. ബുദ്ധിമുട്ടില്ലാത്ത നല്ല വോയിസ് കൊണ്ട് പെർസ്വാഡ് ചെയ്യട്ടെ, ടു റിജോയ്സ്, സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ട്. This is all about In Memory of W. Yeats by W. H. Auden. Thank you.